എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ടാറ്റ നാനോയുടെ റേഡിയേറ്റർ കൂളൻ്റ്. ടാറ്റ നാനോനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് റേഡിയേറ്റർ കൂളൻ്റ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാപ്പ് ഒന്ന് ലൂസ് ചെയ്യാം. എപ്പോഴും ക്യാപ്പൊക്കെ തുറന്നു നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൂളൻറ്റിൻ്റെ ലെവലൊക്കെ ഒന്ന് നോക്കണം. ഇനി നമുക്ക് താഴെ കാണുന്ന ഡ്രെയിൻ ചെയ്യുന്ന ക്യാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് വിടാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന കൂളൻ്റ്. 115 രൂപയാണ് MRP. 100 രൂപയ്ക്ക് കിട്ടും. 1/2 ലിറ്ററാണിത്. അടിഭാഗത്ത് വരുമ്പം ഇതേവിടെ തന്നെ ഇത് ഡ്രെയിൻ ചെയ്ത് വിടാനുള്ള ക്യാപ്പ് കാണാം. നല്ല ടൈറ്റായിരിക്കും. ഒന്ന് പ്ലെയർ ഉപയോഗിച്ച് ലൂസ് ചെയ്യാം. നിങ്ങളൊരു പാത്രത്തിൽ പിടിച്ച് നോക്കുക, വല്ല ഓയിലോ ഒക്കെ എന്തെങ്കിലും ഓയിൽ മിക്സ് ആകുന്നുണ്ടോ നോക്കുക. നാനോയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് കൂളൻ്റ്. ഓരോ കൂളൻ്റ് മിക്സ് ചെയ്യേണ്ട റേഷ്യോ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് 1:4 ആണ് മാക്സിമം എഴുതിയിട്ടുണ്ട്. 4 നമ്മളെടുക്കേണ്ട വാട്ടറും 1 പാർട്ട് ഇതുമാണ്. 1:4. അപ്പോഴും നിങ്ങളെടുക്കേണ്ട വെള്ളം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാറ്ററിയിൽ ഒഴിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടറൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വീട്ടിൽ ഫിൽറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇപ്പം മഴയൊക്കെയുള്ള സീസണാണല്ലോ, മഴവെള്ളമാണ് ഏറ്റവും നല്ലത്, ബെസ്റ്റായിട്ടുള്ള സംഭവം. അപ്പോൾ ഇത് 1/2 ലിറ്ററുണ്ട്. 1/2 ലിറ്ററിന് നമ്മൾക്ക് അതിൻ്റെ 1:4, അതായത് 4 മടങ്ങ്. അപ്പോൾ നമുക്ക് 2 ലിറ്റർ വെള്ളത്തിലോട്ട് ഈ 1/2 ലിറ്റർ മിക്സ് ചെയ്യാൻ പറ്റും. ഒരിക്കലും ഇത് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് നമ്മുടെ റേഡിയേറ്ററിൽ ഒഴിച്ചു കൊടുക്കാണ്ടിരിക്കുക. അതേപോലെ തന്നെ മൊത്തം ഡ്രെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഇത് മാറ്റാൻ പാടുള്ളൂ. ഇങ്ങനെ ഇത് കൂട്ടിയാലും ഈ കൂളൻ്റ് കൂട്ടിയതിന് ശേഷം അതുകൊണ്ട് ഈ റീഫില്ല് ചെയ്ത് അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാതിരിക്കുക. 1 വർഷമാകുമ്പം മൊത്തത്തിൽ ഡ്രെയിൻ ചെയ്ത് റീഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓൺലൈൻ കാണുന്ന കുറച്ച് ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അത് ചിലപ്പം വെറും ഈ ബ്ലൂ കളറുള്ള വാട്ടറൊക്കെ ആയിരിക്കും. ഞാനിത് മൊത്തം കൂട്ടി വയ്ക്കുകയാണ്. പിന്നീട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റീഫില്ല് ചെയ്താൽ മതി. നമുക്ക് നാനോയ്ക്ക് മിക്കവാറും മാക്സിമം 2 ലിറ്റർ മതി. റേഡിയേറ്ററിൽ 1 ലിറ്ററും അതേപോലെ തന്നെ അതിൻ്റെ റിസർവിൽ ഏകദേശം ഒരു 1/2 ലിറ്റർ മതി. ബാക്കി പിന്നീടുള്ളത് നമ്മൾക്ക് റീഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് കുറച്ച് കട്ടിക്ക് കൂട്ടാം. നമുക്ക് 1 ലിറ്റർ ഒഴിക്കണ്ട, 1.5 ലിറ്റർ ഒഴിച്ചാൽ മതി. അവിടെ ഇരിക്കട്ടെ. ടാറ്റ നാനോയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അതിൻ്റെ വാട്ടർ പമ്പും ഓയിൽ പമ്പും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. വാട്ടർ പമ്പിന് എന്തെങ്കിലും ഡാമേജ് പറ്റുകയാണെങ്കിൽ, നമ്മൾ ചെറിയ വണ്ടിയല്ലേ, അതിന് നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ മുട്ടം പണി കിട്ടും. വാട്ടർ പമ്പിന് ഏകദേശം 3500 രൂപ, 3500 പ്ലസ് ലേബർ ചാർജ് വരും പണിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. ക്ലച്ച് പ്ലേറ്റിന് ആകെപ്പാടെ എല്ലാ അസംബ്ലിയും കൂടി 2000 രൂപയാകത്തുള്ളൂ. അപ്പോൾ നിങ്ങളിതിൻ്റെ ചിലവ് ആലോചിച്ച് നോക്കുക. ലാഭിക്കാനായിട്ട് നിൽക്കേണ്ട, ഓരോ വർഷവും 100 രൂപയുടെ ഈ സംഭവമാക്കി മാറ്റിക്കൊള്ളുക. നല്ല പണിക്കൂലിയും അതേപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ പമ്പും ഓയിൽ പമ്പ് ഒരുമിച്ചായ കാരണം പാർട്സിന് തന്നെ 3500 രൂപയ്ക്ക് അടുത്ത് വില വരും. ഞാനൊരു 1.5 ലിറ്റർ വെള്ളം ആക്കിയിട്ടുള്ളൂ. ടോട്ടൽ 2 ലിറ്റർ, അതായത് ഒരു 1:3 ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കട്ടിക്ക് കിടക്കട്ടെ. മൊത്തത്തിൽ ഒരു 2 ലിറ്റർ വന്നിട്ടുണ്ട്. അടിയിൽ ഡ്രെയിൻ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ റിസർവ് നമ്മൾ എംറ്റി ആക്കിയിട്ടുണ്ട്. അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരു പൈപ്പ് ഉപയോഗിച്ച് താഴോട്ട് ഡ്രെയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ
ഇത് വലിച്ച് റിമൂവ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയാൽ മതി. ഇനി നമുക്ക് കൂളൻ്റ് ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത കൂളൻ്റാണ്. ചില ആൾക്കാർ ഇത് മിക്സ് ഒന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് ഇവിടെ ലെവൽ തീരുമ്പോൾ അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മൊത്തത്തിൽ ഡ്രെയിൻ ചെയ്തിട്ട് വേണം പുതിയ കൂളൻ്റ് മിക്സ് ചെയ്യാൻ. ഒരു വർഷത്തിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂളൻ്റും അതേപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ്, ഇതൊക്കെ നല്ല പണി വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ 1/2 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ റേഡിയേറ്ററിന് ഫില്ല് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ റിസർവും ഏകദേശം ഈ ഒരു ലെവലിൽ നിർത്തുക. ഇവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഇത്രയും നിറയ്ക്കരുത്, താഴെ നിർത്തുക. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ ഇങ്ങനെ വിട്ടതിന് ശേഷം പിന്നീട് വന്ന് നോക്കുക. ആ ലെവൽ കുറച്ച് താഴും. അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചതിന് ശേഷം റേഡിയേറ്റർ ഫാന് വർക്കാകുന്ന സമയം വരെ അല്ലെങ്കിൽ നിർത്തിയിടണം. അതിനുശേഷം ഒന്നും കൂടി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾക്ക് 1.5 ലിറ്ററും കൊണ്ട് ഇതും നിറഞ്ഞു, ഈ റിസർവ്, ഈ ടാങ്കും അതിൻ്റെ ലെവൽ വരെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടി പറ്റി. ബാക്കി 1/2 ലിറ്റർ ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഈ വണ്ടി ഇപ്പം ഞാൻ പുതിയതായിട്ട് പേപ്പർ എടുത്ത വണ്ടിയാണ്. ഏകദേശം 10 താഴെ മാത്രമേ ഉള്ളൂ. 6400 ടാക്സും അതേപോലെ തന്നെ ഒരു 1500 രൂപ മറ്റുള്ള ഗ്രീൻ ടാക്സും ഫിറ്റ്നസ് ചാർജ് എല്ലാം കൂടി അത്രേ ആയുള്ളൂ. അപ്പോൾ നാനോ ഉള്ളവർ നിങ്ങൾ ഈ കാര്യം കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പിന്നീട് നല്ല പൈസ ചിലവാകും. വർഷത്തിലൊരു 100 രൂപയുടെ കാര്യമേ ഉള്ളൂ. കൂളൻ്റ് കൃത്യമായിട്ട് മാറ്റുക. അതേപോലെ തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ്, ബ്രേക്കിൻ്റെ പിസ്റ്റണൊക്കെ ജാമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടം പണി കിട്ടും. അപ്പോൾ പിന്നെ ഇത് ഹീറ്റായിരിക്കുമ്പോൾ ഈ സംഭവം ഒന്നും തുറക്കാൻ പാടില്ല, ഇതൊന്നും വലിച്ച് തുറക്കാൻ പാടില്ല. നോർമൽ ടെമ്പറേച്ചറിൽ എൻജിൻ ഇരിക്കുമ്പോൾ മാത്രം. ഇനി ഇത് ഏകദേശം നല്ലതുപോലെ ഓടിയതിന് ശേഷം ഒന്നും കൂടി വന്ന് ഇതിൻ്റെ ക്യാപ്പൊക്കെ തുറന്ന് നോക്കുക. അതിനുശേഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും, ചിലപ്പം എയർ ബബിളൊക്കെ കയറി വരും. അതിനുശേഷം ഒന്നും കൂടി ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക.